അങ്ങനെ ടോപ്പ് 5 നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അനീഷ്, അനുമോൾ, അക്ബർ, നെവിൻ, ഷാനവാസ്, ഈ 5 പേരാണ് ടോപ്പ് 5 കടന്നിരിക്കുന്നത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ന്യൂറ എവിക്റ്റഡ് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂറയുടെ എവിക്ഷൻ ഷോക്കിംഗ് എവിക്ഷൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരാൾ കൂടെ എവിക്റ്റ് ആകുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. ബട്ട് ന്യൂറയുടെ എവിക്ഷൻ ഷോക്കിംഗ് എവിക്ഷൻ ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡ് അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ് വരെ ന്യൂറ ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ സംഭവിച്ചത് വേറൊന്നുമല്ല, റീ എൻട്രി തന്നെയാണ്. റീ എൻട്രി കാരണമാണ് ന്യൂറ പുറത്തായി എന്ന് വേണം പറയാൻ. 100% പറയാൻ റീ എൻട്രി കാരണമാണ്. ആൻഡ് ദ ഗെയിം ചേഞ്ചർ ഇസ് ശൈത്യ തന്നെയല്ലേ കാരണം. ഞാൻ ഒന്ന് ഓർത്ത് നോക്കേ, ആ ഒരു സൺഡേ എപ്പിസോഡിൽ ന്യൂറയും ആദിലയും എങ്ങനെയാണ് ഇരുന്നത്, ആൻഡ് അതിനുശേഷം വന്ന ആ ഒരു റീ എൻട്രിക്ക് മുമ്പ് വരെ ആ വീട് എങ്ങനെയാണ് ഇരുന്നത്, ഇപ്പൊ ആ വീട് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം കൊളവാക്കിയത് റീ എൻട്രി ആണെന്ന് ഞാൻ പറയുള്ളൂ. പേഴ്സണലി ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവർക്ക് എന്റർടൈൻമെന്റ് കൊടുത്ത് ഫണ്ണായിട്ട് എല്ലാ ജേർണി വീഡിയോസ് എല്ലാം കണ്ട് ഒരുമിച്ച് അവരോടൊപ്പം ചെലവഴിച്ച് പോവേണ്ട ഇവര് വന്നിട്ട് പേഴ്സണൽ ഗ്രഡ്ജും അതുപോലെ തന്നെ എന്നെ അത് കിട്ടിയത് അവർക്ക് കിട്ടണ്ട എന്നുള്ള ആ ഒരു ഡിസിഷനിലും വന്ന് കൊളമാക്കി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെയാണ് ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത് അല്ലേ. ആതിരയുടെ വിഷയം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ന്യൂറയ്ക്ക് പകരം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നെവിൻ അല്ലെങ്കിൽ അക്ബറിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആണ് ന്യൂറ പോയത്. ആൻഡ് വിഷമമുണ്ട്. പക്ഷെ ന്യൂറ ഇത് ഡിസേർവിംഗ് ആണ്. ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ്, എസ്പെഷ്യലി ഇന്നലത്തെ എപ്പിസോഡ് കാരണം ന്യൂറ ഇത് ഡിസേർവിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് ഷോക്കിംഗ് എവിക്ഷൻ തന്നെയാണെങ്കിൽ പോലും ഓക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ന്യൂറ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനത്തെ ഡേ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഞാൻ ന്യൂറയുടെ കേസ് പറയാം. ശരിക്കും പറഞ്ഞാൽ റീ എൻട്രി എന്നല്ലേ തുലച്ചത് ന്യൂറയുടെ ഭാവി. അല്ലെങ്കിൽ ന്യൂറ അറ്റ്ലീസ്റ്റ് ഇവരുടെ ആദ്യയുടെ ന്യൂറയുടെ ആ ഒരു ആഗ്രഹപ്രകാരം അറ്റ്ലീസ്റ്റ് ഇവരൊന്നും ആ ടോപ്പ് 4 ന്യൂറ എത്തുമായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞ ഈ ഒരു റീ എൻട്രി കാരണമല്ലേ, ഞാൻ പറഞ്ഞ ഈ ഒരു റീ എൻട്രി കാരണം തന്നെയാണ് ന്യൂറയുടെ ആ ഒരു ടോപ്പ് 5 സാധ്യത ഫിനാലെ വേദി സാധ്യത മങ്ങിപ്പോയത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ന്യൂറ നന്നായിട്ട് നിന്ന് വോട്ടിങ് നന്നായിട്ട് നിന്ന് പെട്ടെന്നാണ് താഴേക്ക് പോയത് അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തൊലച്ചത് റീ എൻട്രി തന്നെയാണ്. ഇനി ഒരിക്കലും ഇതുപോലൊരു റീ എൻട്രി ഒരു ബിഗ് ബോസിലും ഈ ബിഗ് ബോസിന്റെ ഒരു സീസണിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല. ആൻഡ് ഇന്ന് വീട്ടിലെ കുറച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. മെയിൻ കണ്ടന്റ് ന്യൂറയുടെ എവിക്ഷൻ ആണ്. ആൻഡ് ബാക്കിയുള്ള 4 പേര്, ഷാനവാസ്, നെവിൻ, അതുപോലെ തന്നെ അനുമോള്, ന്യൂറ, ഇവരെല്ലാരും മിററിനോട് സംസാരിച്ചു, സ്വന്തം പ്രതിബിംബത്തോട് സംസാരിച്ചു ഇന്ന്. അതുപോലെ തന്നെ സീരിയലിന്റെ പ്രൊമോഷനായിട്ട് ആൾക്കാരും ഇന്ന് വന്നിട്ടുണ്ട്, ഗസ്റ്റുകളും ഇന്നുണ്ടായിരുന്നു. അതുപോലെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ അവസരം നൽകുകയാണെങ്കിൽ എന്ത് സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും എന്ന് അവസാനത്തെ ഡെയിലി ടാസ്ക് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തു. അപ്പൊ എന്താണെന്ന് അറിയാൻ നോക്കാം. ആദ്യം തന്നെ ന്യൂറെ എന്ത് ചെയ്യണം, ബിഗ് ബോസ് അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വിളിച്ചതിന് ശേഷം പ്രതിബിംബത്തോട് സംസാരിക്കാൻ ബിഗ് ബോസ് പറയാണ്. ഇതിനുശേഷം ന്യൂറയും അനീഷും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീരിയലിന്റെ പ്രൊമോഷനായിട്ട് കാറ്റത്തെ കിളികൾ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്നുള്ള ഒരു 2 സീരിയൽസിന്റെ പ്രൊമോഷനായിട്ട് അതിലെ നായകന്മാര് വരികയാണ്. അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ലാഗ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ. പിന്നെ നെവിൻ, ന്യൂറ, പിന്നെ അനുമോള്, മിൻഡു എന്നൊക്കെ ചോദിച്ച് അവര് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അനീഷും ഷാനവാസും കൂടെ സംസാരിക്കുന്നുണ്ട്. നെവിന് ഇനി പ്രതിബിംബത്തോട് സംസാരിക്കാൻ വേണ്ടി ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് പ്രതിബിംബത്തോട് സംസാരിക്കുന്നു. ആൻഡ് അതിനുശേഷം നെവിനും അനുമോളും കൂടെ സംസാരിക്കുന്നു. അത്
നെവിൻ അനുമോളും സംസാരിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതില് എന്താണ് ഇന്നലെ ലക്ഷ്മിയെ പറ്റി സംസാരിക്കുന്നത്, ആദിലാനുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത്, ലക്ഷ്മിയെ പറ്റി എടുത്ത് സംസാരിക്കും. ലക്ഷ്മി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പക്ഷെ ലക്ഷ്മി ഇവിടെ എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മോട്ടിവേഷനാണ്. എനിക്ക് മെന്റലി ഒരു ബലം തന്നത് ലക്ഷ്മിയാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ ഇതിനുശേഷം ഷാനവാസാണോ അല്ല സോറി ന്യൂറ ഇനിയാണ് മിററിന്റെ ഫ്രണ്ടിൽ വന്നത്. രാവിലെ ആദ്യത്തെ എന്താന്ന് വെച്ചാൽ കണ്ണാടി ബെഡ്റൂമിലെ കണ്ണാടിയോട് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. സോറി കേട്ടോ. ന്യൂറ ഇനിയാണ് പ്രതിബിംബത്തോട് സംസാരിക്കുന്ന ആക്ടിവിറ്റി ഏരിയയില്. അതിനുശേഷം നെവിൻ അക്ബറും കൂടെ ഇതില് സംസാരിക്കുന്നു. ഊഞ്ഞാലാടുന്നുണ്ട്. ഇനി പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഊഞ്ഞാലാടുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം ന്യൂറയും അക്ബറും കൂടെ ആദിലയുടെ ആ ഒരു അലിഗേഷൻ, പിന്നെ അനുമോളെ കുറെ കുറ്റം അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഒരു നിങ്ങൾ എങ്ങനെ കൂട്ടുകൂടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അക്ബർ പറയുന്നുണ്ട്. അക്ബർ ഇപ്പോഴും അനുമോളോട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഗെയിം കഴിഞ്ഞു, അക്ബറെ ഇനിയെങ്കിലും മിണ്ടിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നെവിൻ അക്ബറിന്റെ മനസ്സിൽ ഇപ്പോഴും അനുമോള് കാരണം ഭാര്യയ്ക്കും ഉമ്മയ്ക്കും ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്തിന്റെ ആവശ്യം റീ എൻട്രി? നിങ്ങളോട് ഞാൻ ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും കാണില്ല എന്ന് എനിക്കറിയാം, കാണാനില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാണുമില്ലായിരിക്കും മിക്കവാറും. പക്ഷെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എന്തിന് റീ എൻട്രി കാരണം ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? നിങ്ങൾ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ അക്ബർ എങ്ങനെ ബിഹേവ് ചെയ്തു? എല്ലാവരും നല്ല സ്നേഹത്തോടെയായിരുന്നു അവിടെ നിന്നത്. എല്ലാവരും നല്ലൊരു സ്നേഹത്തോടെയാണ് നിന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഒരു റീ എൻട്രി കഴിഞ്ഞിട്ട് ഫിനാലേക്ക് മുമ്പുള്ള ഒരു എപ്പിസോഡ് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഇത് ഒരുമാതിരി മൂകതയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറയാം, നിങ്ങൾ ഇത്ര പേര് റീ എൻട്രീസിൽ വന്ന ഇത്രയും പേര് കാരണമാണ് ഈ ഒരു വീട് ഇങ്ങനെ ആയിപ്പോയത്. വന്നോട്ടെ പുറത്തെ കാര്യങ്ങൾ, ഇത് ഇന്നയാൾക്ക് സൈബർ ബുള്ളിങ്, അന്യാൾക്ക് സൈബർ ബുള്ളിങ്, അന്യാള് കാരണമാണ് ഇതൊക്കെ നടന്നത്. എന്തിന്റെ ആവശ്യമായിരുന്നു നിങ്ങൾക്കൊക്കെ ഈ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? എങ്ങനെ ആ ഒരു റീ എൻട്രിക്ക് മുമ്പ് വരെ നിങ്ങൾക്ക് മൺഡേ എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിയേ കാണാം. റീ എൻട്രി വരുന്നതിന് മുമ്പ് വരെ ആ വീട് എങ്ങനെയായിരുന്നു? ഒരാളെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ മനസ്സമാനം കളഞ്ഞിട്ട് പോയൊരു ആ ഫിനാലയിലുള്ള എല്ലാവരുടെയും മനസ്സമാനം കളഞ്ഞിട്ട് പോയ റീ എൻട്രി ആയിരുന്നു. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളുടെ ഫിനാലെ സാധ്യത മങ്ങിപ്പോയൊരു റീ എൻട്രി ആയിരുന്നു ഇത്. സത്യമായിട്ടും ഇതുപോലൊരു മോശം റീ എൻട്രി ഇനി ഒരു സീസണിൽ വരാതിരിക്കില്ല, അതെങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ അക്ബർ ആ കാര്യങ്ങൾ അനുമോളെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസും പ്രതിബിംബത്തോട് കണ്ണാടി നോക്കി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോള് സംസാരിക്കണം. അനുമോള് ഭയങ്കര കരച്ചിലായ ഉണ്ടായിരുന്നുള്ളൂ അനുമോള്. പിന്നെ അതിനുശേഷം അനുമോൾ അവിടെ നിന്ന് കരഞ്ഞത് നെവിന് മനസ്സിലായി. നെവിൻ അത് അനുമോളോട് ചോദിക്കുന്നുണ്ട്. പിന്നെ നൂറയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ. നൂറയും നെവിനാണെങ്കിൽ പിന്നീട് ബിഗ് ബോസിനോട് പറയാണ്, ദയവ് ചെയ്ത് എന്നെ എവിക്റ്റ് ചെയ്ത് വിട്ടല്ലേ, ടോപ്പ് 6 എനിക്ക് എവിക്റ്റ് ചെയ്ത് പോവാൻ ഇഷ്ടമല്ല, എനിക്ക് ഫിനാലയിൽ നിന്ന് റണ്ണർ അപ്പായിട്ട് പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നെവിൻ ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ക്യാമറ നോക്കിയിട്ട്. ആൻഡ് പിന്നീട് നെവിനും ഷാനവാസും കൊണ്ടുള്ള സംസാരമാണ്. അതിനുശേഷം അവസാനത്തെ ഡെയിലി ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. അനീഷും എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോവാ, അത് എന്ത് സാധനം കൊണ്ടുപോകുന്ന ചോദിക്കുകയാണ്. ആൻഡ് അനീഷ് വാട്ടർ ബോട്ടിൽ ചൂസ് ചെയ്യുന്നു, ഷാനവാസ് കപ്പ് ചൂസ് ചെയ്യുന്നു, നെവിൻ മറ്റേ തത്തമ്മ. പക്ഷെ അത് കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് നെവിൻ സംസാരിക്കുന്നത് കേട്ടോ. ആ കാലൊടിഞ്ഞ തത്തമ്മയെ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നു നെവിൻ. ഞാൻ നൂറയ്ക്ക് മറ്റേ ജിറാഫിന്റെ ഒരു പ്രതിമയുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ അക്ബറിന് മറ്റേ സോഫ, അക്ബർ എപ്പോഴും ഇരിക്കണം മറ്റേ ലോട്ടസ് അണുള്ള സോഫയില്ലേ അത്. ആൻഡ് അതിനുശേഷം അനുമോക്ക് ബെഡ്റൂമിലെ ബെഡും പിന്നെ ആ മരവും വേണം. പിന്നെ മരവുമായി അവസാനം ഒരു കുപ്പിയിൽ അങ്ങ് ഒതുക്കി, വാട്ടർ ബോട്ടിലിൽ അങ്ങ് ഒതുക്കി. ആൻഡ് അതിനുശേഷം അക്ബർ അനീഷിനോട് സംസാരിക്കണം. ഇനിയൊരു പ്രപ്പോസൽ വന്നാൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 39 വയസ്സായി, എനിക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒന്നുകൂടെ, അതുകൊണ്ട് ഞാൻ നല്ലൊരു പ്രപ്പോസൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന അനീഷ് പറയുന്നുണ്ട്. ഇതിനുശേഷം മിഡ് വീക്ക് എവിക്ഷൻ നടക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷനില് ഇത് മിഡ് വീക്ക് എവിക്ഷൻ നടത്തിയതാണെങ്കിലും ഇതൊരു അവസാനത്തെ പണിപ്പുര ടാസ്ക് ആയിരുന്നു ഇവർക്ക് കിട്ടിയത്. എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. ഈ സീസൺ 7 7ലെ 7ന്റെ പണിക്ക് വേണ്ടി ഉണ്ടാക്കിയ പണിപ്പുരയിലെ
അവസാനത്തെ പണിപ്പുര ടാസ്ക് ആയിരുന്നു ഈ മിഡ് വീക്ക് എവിക്ഷൻ നടന്നത്. പണിപ്പുര കയറാൻ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തം സാധനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആദ്യമായി പണിപ്പുരയ്ക്ക് മുമ്പിൽ വന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ഇവർ പണിപ്പുരയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ടോപ്പ് 5 ആവശ്യത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. ഇവര് പണിപ്പുരയിലേക്ക് കയറുന്നു, അത് പസിലുകൾ എടുക്കുന്നു. അത് ആദ്യം അക്ബർ കറക്റ്റ് ആയിട്ട് വെച്ച് അക്ബർ സേവ് ആവുന്നു. രണ്ടാമത് നൂറ വെക്കുന്നു, നൂറ കറക്റ്റ് ആയിട്ട് വെക്കുന്നു, പക്ഷെ ഒരു പസിൽ മിസ്സിങ് ആവുന്നു. അതിനുശേഷം നമ്മുടെ അനീഷ് കറക്റ്റ് ചെയ്യുന്നു, അനുമോള് കറക്റ്റ് ചെയ്യുന്നു, പിന്നെ നെവിൻ കറക്റ്റ് ചെയ്യുന്നു, ഷാനവാസ് കറക്റ്റ് ചെയ്യുന്നു. ഷാനവാസാണ് ഏറ്റവും അവസാനം കറക്റ്റ് ചെയ്യുന്നത്. നൂറ എവിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നൂറ അനുമോളെ കെട്ടിപ്പിടിച്ച് കരയുന്നില്ല, എന്നാലും വിഷമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഇവിടെ എല്ലാം ഞാൻ ഇട്ടിച്ച് പോവാണ്, ഇനി ഒന്നുമില്ല, ആരെയും ഒന്നും മനസ്സിൽ വെക്കാതെ ഇവിടെ എല്ലാം ഞാൻ ഇട്ടിച്ച് പോവാണെന്ന് പറഞ്ഞ് നൂറ പോവാണ്. അങ്ങനെ ടോപ്പ് 5 അനീഷ്, അനുമോൾ, നെവിൻ, ഷാനവാസ്, അക്ബർ ഇവർ ഇത്രയും പേര് പോവാണ്. അതിനുശേഷം ബിഗ് ബോസ് ഇവർക്ക് ബ്യൂട്ടി മേക്ക് ഓവർ കൊടുക്കുകയാണ്. അതായത് ബ്യൂട്ടീഷ്യൻസിനെയൊക്കെ വിളിച്ചവർക്ക് മേക്ക് ഓവർ നൽകുകയാണ്. ഫേഷ്യൽ, മാനിക്യൂർ, പെഡിക്യൂർ, പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ബിഗ് ബോസ് അവർക്ക് കൊടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഔദ്യോഗികമായിട്ട് ബിഗ് ബോസ് ജിയോ ഹോട്ട്സ്റ്റാറിലെ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ലൈവ് സ്ട്രീമിംഗ് ഇതോടുകൂടി ലൈവ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ, പ്രേക്ഷകർക്ക് നന്ദി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഇനി സീസൺ 7 ഇല്ല, എഴുന്ന പണി ഇല്ല എന്നുള്ള പറയുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മളെല്ലാരും പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ സീസൺ കഴിഞ്ഞു പോണെന്നാണ്. പക്ഷെ അവസാനത്തോടെ എത്തുമ്പം വിഷമം തോന്നും. അത് നമുക്ക് ഇനി ബിഗ് ബോസ് ഇനി ഈ വർഷം ഇല്ല, ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ. അടുത്ത വർഷം എപ്പോൾ കാണുമെന്ന് അറിയില്ല. കാരണം മാർച്ചിൽ നടത്തേണ്ട സീസണാണ്. അതിങ്ങനെ കാത്തിരുന്ന കാര്യത്തിൽ നിന്ന് ഓഗസ്റ്റിലാണ് വന്നത്. അപ്പം അത്രയും കാത്തിരിപ്പോടെ കണ്ട ഒരു സീസൺ ആയിരുന്നു. ആൻഡ് ഇനി തമിഴ് കാണാം, അത്ര തന്നെ. ആൻഡ് ഞാൻ തമിഴിൽ എന്തായാലും ഇടുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഇഷ്യൂസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത്. ആൻഡ് അതിനുശേഷം ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. ആ വീടിന്റെ ലൈറ്റ്സ് എപ്പിസോഡിലുള്ള ആ വീടിന്റെ ലൈറ്റ്സ് ഓഫ് ആവുന്നതോടുകൂടി അവസാനത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് തീരുകയാണ്. ഡേ എപ്പിസോഡ് തീരുകയാണ്. സോ ഇനി നാളെ ഗ്രാൻഡ് ഫിനാലെ. നാളെ ഈ സമയം ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിജയ് ആരാണെന്ന് പറയാനായിരിക്കും. ഫിനാലയുടെ റിവ്യൂ പറയാനായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ആരാണ് വിന്നർ എന്ന് അറിയാൻ, ആരൊക്കെയാണ് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, തേർഡ് റണ്ണറപ്പ് ആൻഡ് ഫോർത്ത് റണ്ണറപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ എക്സൈറ്റഡ് ആണ് ആരായിരിക്കും വിന്നർ. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ചൂടേറിയ ചർച്ചകളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് അനീഷിന് വോട്ട് ചോദിച്ചും അനുമോക്ക് വോട്ട് ചോദിച്ചും വരുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേരാണ് ഇപ്പൊ കത്തി നിൽക്കുന്നത്. നമുക്ക് നോക്കാം. എനിവേ, അങ്ങനെ ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നാളെ ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ശരിക്കും നൂറയുടെ കാര്യം വിഷമമുണ്ട്. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ ഫിനാലെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.